പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തെ നശിപ്പിക്കാൻ ഗൂഢനീക്കം. ശംഖുമുഖത്തെ ചരിത്രപ്രസിദ്ധമായ ആറാട്ടുകടവ് പാതയ്ക്ക് കുറുകെ പടികൂറ്റൻ പടിക്കെട്ട് നിർമ്മിച്ചു. അൽപ്പശി പൈങ്കുനി ആറാട്ടുകൾ നടക്കുന്ന കൽമണ്ഡപത്തിന് മുന്നിലാണ് ഇറിഗേഷൻ വകുപ്പ് അശാസ്ത്രീയ നിർമ്മാണം നടത്തിയത്. ഇതോടെ പടിക്കെട്ടുകൾ ചുറ്റി പത്മനാഭസ്വാമിയുടെ വിഗ്രഹം എഴുന്നള്ളിക്കേണ്ട സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ശംഖുമുഖത്ത് നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്താണ് അശാസ്ത്രീയ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇതുപോലെ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മിതി വന്നതോടുകൂടി തന്നെ ആറാട്ട് മഹോത്സവത്തെ അടക്കം തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് വലിയ പടിക്കെട്ടുകൾ ഇത്തരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. വലിയ പടിക്കെട്ടുകൾ സ്ഥാപിച്ചതോടുകൂടി തന്നെ ആറാട്ട് മണ്ഡപത്തിൽ നിന്നും ആറാട്ട് കടവിലേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിയാണുള്ളത്. ഭഗവാന്റെ വിഗ്രഹവുമായി വരുമ്പോൾ അത് ഈ പടികൾ കടന്ന്, നമുക്കറിയാം ഈ ദൃശ്യങ്ങൾ കാണുന്ന പടുകൂട്ടൻ പടികൾ, ആ പടുകൂട്ടൻ പടികൾ കടന്ന് താഴേക്ക് മണൽത്തിട്ടയിലേക്ക് എത്തുകയും അവിടെ മറ്റ് പൂജാ ആദി ക്രിയകൾ നടത്തുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഈ ഇറിഗേഷൻ വകുപ്പാണ് ഈ നിർമ്മാണങ്ങൾ നടത്തുന്നത്. യാതൊരുവിധ മുൻപഠനങ്ങളോ അതോടൊപ്പം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളോ കൂടിയാലോചനകളോ ഒന്നും നടത്താതെയാണ് ഇത്തരത്തിലുള്ള നിർമ്മാണം നടത്തിയത്. അതോടുകൂടി തന്നെ ഈ സ്ഥലത്ത് ഈ പടുകൂട്ടൻ മതിലുകൾ ഇവിടെ ഉയർന്നു വന്നു, പടുകൂട്ടൻ പടികൾ ഇവിടെ ഉയർന്നു വന്നു. ഇതോടുകൂടി തന്നെ മണ്ഡപത്തെ കാണാൻ സാധിക്കില്ല, ആറാട്ട് മണ്ഡപം കാണാൻ സാധിക്കില്ല. ആറാട്ടുത്സവത്തിലെത്തുമ്പോൾ തന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റ് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ആളുകളെല്ലാം എത്തുമ്പോൾ ഭഗവാന്റെ വിഗ്രഹവുമായി ഈ പടിക്കെട്ടുകൾ ഇങ്ങനെ ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ ആ പടിക്കെട്ടുകളെ ചുറ്റി വേണം വരേണ്ടിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം ആറാട്ട് നടക്കുമ്പോൾ അവിടെ മണ്ഡപം ഉണ്ടാകും. ആ മണ്ഡപത്തിന് എതിർവശമായി ഈ ഭാഗത്തിരുന്നുകൊണ്ടാണ് പൂജകൾ നടത്തുന്നത്. ഈ ഭാഗത്തിരുന്ന് മണത്തിട്ടിരുന്ന് ആറാട്ട് മണ്ഡപത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് പൂജ നടത്തുന്നത്. അവിടെ ഭഗവാന്റെ ഗരുഡവാഹനം ഉണ്ടാകും, മറ്റു ദേവതകളുണ്ടാകും. അങ്ങനെ പൂജ നടത്തുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ ഉണ്ടായത്. നിലവിൽ ഇവിടെ ഇരുന്ന് നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന സ്ഥലത്തിരുന്ന് പൂജ നടത്തുമ്പോൾ കാണുന്നത് ആറാട്ട് മണ്ഡപമല്ല, മറിച്ച് ഈ വലിയ പടിക്കെട്ടുകളാണ്. പടിക്കെട്ടുകളെ നോക്കിയിരുന്നു കൊണ്ട് പൂജ നടത്തേണ്ട ഒരു സ്ഥിതിയാണ്. ഇത് ഇറിഗേഷൻ വകുപ്പാണ് ഇത്തരത്തിൽ നിർമ്മാണങ്ങൾ നടത്തുന്നത്. അത് ആ നിർമ്മാണങ്ങൾ വന്നതോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആചാരത്തെ, പരമ്പരാഗത ആചാരത്തെ തന്നെ ഇല്ലാതാക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ആറാട്ട് മഹോത്സവം തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും എന്നതാണ് വലിയ രീതിയിൽ പരാതിയായിട്ട് ഉയരുന്നത്. ഹിന്ദു ഐക്യവേദി ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അടിയന്തരമായി ഈ മതിലുകൾ, അതായത് ഈ പടവുകൾ പൊളിച്ചു മാറ്റിക്കൊണ്ട് അതിൻ്റെ യഥാർത്ഥ സ്ഥാനം പുനഃസ്ഥാപിക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വയ്ക്കുന്നത്. യാതൊരുവിധ മുൻ പഠനങ്ങളൊന്നുമില്ലാതെ ഈ ആറാട്ടുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ശംഖുമുഖം എന്ന് പറയുന്നത് ഭഗവാന്റെ ആറാട്ട് കടവാണെന്നും എല്ലാ 6 മാസത്തിലൊരിക്കൽ ഇവിടെ ആറാട്ട് നടക്കാറുണ്ടെന്നും എല്ലാവർക്കും അറിയാം. എന്നിരിക്കെയാണ് ഇത്തരത്തിലൊരു നിർമ്മാണങ്ങൾ നടത്തിയത്. ആ നിർമ്മാണങ്ങൾ വന്നതോടുകൂടി തന്നെയാണ് ആറാട്ട് മഹോത്സവം തന്നെ അലങ്കോലപ്പെടുന്ന നിലയിലേക്കൊക്കെ എത്തിച്ചേർന്നത്. വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഹിന്ദു ഐക്യവേദി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഉടനടി തന്നെ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചുകൊണ്ട് ആറാട്ട് മണ്ഡപത്തിൽ നിന്നും ഇറങ്ങാനുള്ള ആ പരമ്പരാഗത പാത പുനഃസ്ഥാപിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുക കൂടിയാണ് ഹിന്ദു ഐക്യവേദി.